കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സൊമാറ്റോ വിവാദം. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഹിതേഷ ചന്ദ്രാനി എന്ന വ്യക്തി സൊമാറ്റോ ഡെലിവറി ഏജന്റ് കാമരാജ് തന്നോട് ഡെലിവറിക്കിടെ മോശമായി പെരുമാറിയെന്നും തന്റെ മൂക്കിടിച്ച് പൊട്ടിച്ചെന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരുടെ ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ധാരാളം പേർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താൻ ഓർഡർ ചെയ്ത സാധനം വളരെ വൈകി എത്തിയതിനാൽ അതിനെക്കുറിച്ച് സൊമാറ്റോ കസ്റ്റമർ കെയറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കാമരാജ് അവരോട് അഗ്രസീവായി പെരുമാറിയെന്നും തന്റെ മൂക്കിനിടിച്ചെന്നുമാണ് ഹിതേഷ പറയുന്നത്. മൂക്ക് മുറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു അവർ ആ വീഡിയോയിൽ സംസാരിക്കുമ്പോഴും. ഈ വീഡിയോ പ്രകാരം കാമരാജിനെതിരെ പോലീസും സൊമാറ്റോയും ആക്ഷൻ എടുത്തു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള കാമരാജിന്റെ വിശദീകരണം മറ്റൊന്നായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണവും റോഡിന്റെ അവസ്ഥ കാരണവുമാണ് താൻ എത്താൻ വൈകിയതെന്ന് അദ്ദേഹം പറയുന്നു. വൈകിയതിന് മാപ്പ് പറയുകയും ഭക്ഷണം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ ഭക്ഷണം വാങ്ങി വാതിലിനടുത്ത് വെക്കുകയും കസ്റ്റമർ കെയറുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. കംപ്ലൈന്റ് ചെയ്താൽ അത് തന്റെ ജോലിയെ ബാധിക്കുമെന്നതിനാൽ അങ്ങനെ ചെയ്യരുതെന്ന് അദ്ദേഹം അവരോട് അപേക്ഷിച്ചുവെന്നും പറയുന്നു. അപ്പോൾ ഹിതേഷ പറഞ്ഞത് ലേറ്റ് ആയതിനാൽ പൈസയും തരില്ല ഫുഡും തരില്ല എന്നാണത്രേ. അതായത് ഫുഡ് ഫ്രീ ആയി തരണമെന്ന്. ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് താൻ ഫുഡ് എടുത്ത് പോകാൻ ഒരുങ്ങിയപ്പോൾ അവർ മോശമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ തല്ലാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോൾ ഹിതേഷയുടെ തന്നെ മോതിരം തട്ടിയാണ് അവരുടെ മൂക്ക് മുറിഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വിശദീകരണത്തിനു ശേഷം പബ്ലിക് സപ്പോർട്ട് കാമരാജിന് അനുകൂലമാവുകയും ഒരു പാവം മനുഷ്യനെ അകാരണമായി കുടുക്കിലാക്കാൻ ശ്രമിച്ചവളായി ഹിതേഷ മാറുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി തെളിവുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് തെളിയുന്നത് വരെ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗം കേട്ട് ആരാണ് ശരി എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ്, രണ്ടുപേരും പ്രീ പ്ലാൻഡ് ആയി മറ്റേയാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു സംഗതിയല്ല ഇത്. മറിച്ച് സാഹചര്യത്തിന്റെയും ആളുകളുടെ ആറ്റിറ്റ്യൂഡിന്റെയും റിസൾട്ടായി ഉണ്ടായ ഒരു പ്രശ്നമാണിത്. നമ്മൾ ബയാസ്ഡ് അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല കസ്റ്റമർ റേറ്റിംഗ് ഉള്ള ഒരു ഡെലിവറി ഏജന്റ് യാതൊരു പ്രകോപനവുമില്ലാതെ ഓർഡർ നൽകിയ ഒരു സ്ത്രീയുടെ മൂക്കിടിച്ച് പൊട്ടിക്കാനും അതേപോലെ ലേറ്റായി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു സ്ത്രീ ഒരു ഡെലിവറി ഏജന്റിനെ കായികമായി നേരിടാനുമുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായും അവിടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ചില പ്രകോപനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികവുമാണ്. കാരണം ഫുഡ് ഓർഡർ ചെയ്തയാളെ സംബന്ധിച്ചിടത്തോളം അത് ലേറ്റ് ആകുമ്പോൾ ദേഷ്യം വരും. അതേപോലെ തന്റേതല്ലാത്ത തെറ്റുകൊണ്ട് ഫുഡ് ലേറ്റായി ഡെലിവർ ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ പേരിൽ കസ്റ്റമറിന്റെ ദേഷ്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് കാരണം അടുത്ത ഓർഡറും ലേറ്റായി ഡെലിവർ ചെയ്യേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ സ്വാഭാവികമായും ആ ഏജന്റ് ഇറിറ്റേറ്റഡ് ആകുന്നതിൽ അത്ഭുതമില്ല. കാമരാജ് ഹിതേഷയെ മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ മറിച്ച് അവർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിലും അടിപിടിക്കുമിടയിൽ സംഭവിച്ച ഒരു പരിക്കാണതെങ്കിൽ പിന്നീട് വീഡിയോയിൽ വന്ന് ഏകപക്ഷീയമായി സ്ത്രീ ആയതുകൊണ്ട് ആളുകൾ വിശ്വസിക്കുമെന്ന ധാരണയിൽ മറ്റേയാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ആരോപണമുയർത്തുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസും അതേപോലെ സ്ത്രീകളും ഒരുപാട് ഒപ്രഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോക്കുകയാണെങ്കിൽ ഡെലിവറി കമ്പനികൾ ഇന്ത്യയിലെ ശോചനീയമായ അവസ്ഥ കാരണം ഉണ്ടാകുന്ന ഡെലിവറി പ്രശ്നങ്ങൾ പോലും ഏജന്റുമാരുടെ തലയിലിടുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഏജന്റുമാരുടേതല്ലാത്ത തെറ്റ് കാരണം ഡിലേ വരുമ്പോൾ അത് ഏജന്റിനും കസ്റ്റമറിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിഹരിക്കാനുള്ള റൂൾസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ കസ്റ്റമറിനും ഏജന്റിനും അടികൂടേണ്ട ആവശ്യം വരില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലെ റോഡുകളും ട്രാഫിക്കും ഇങ്ങനെയൊക്കെയാണെന്നറിയുന്ന നമ്മൾക്ക് ഏജന്റുമാർ കുറച്ച് ലേറ്റ് ആയാലും കുറച്ച് എമ്പതിയോടുകൂടി പെരുമാറാവുന്നതാണ്. ലേറ്റായി എന്നതിനപ്പുറം ഏജന്റുമാർ മറ്റേതെങ്കിലും രീതിയിൽ മോശമായി പെരുമാറിയാൽ, ഉദാഹരണത്തിന് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, സ്റ്റെയർ ചെയ്യുക, വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ലേറ്റ് ആയതിന് കൊടുക്കാവുന്ന ഒരു പണിഷ്മെന്റ് മാത്രമേ അവർ അർഹിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യുന്നത് ന്യായമല്ല. സ്വാഭാവികമായും ഈ ഒരു സംഭവം ഇത്രയും വൈറലായത് ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമം എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ ആന്റി ഫെമിനിസ്റ്റ് ചിന്താരീതി വെച്ച് പുലർത്തുന്നവർ നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു വാദം എന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ പുരുഷന്മാരെ ജയിലിലടയ്ക്കാൻ വേണ്ടി മിക്ക സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാകും. എല്ലാ വിഭാഗങ്ങളിലും സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് ഫെമിനിസത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് അവർ ഏറ്റവും മോശം വ്യക്തികളായതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുക എന്നത് തീർത്തും ആവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും പ്രശ്നത്തിലാക്കുന്നുണ്ട്. കാരണം ഈ സൊമാറ്റോ കേസിൽ ആ സ്ത്രീ തെറ്റുകാരിയാണെന്ന് തെളിഞ്ഞാൽ നാളെ മറ്റൊരു ഡെലിവറി ഏജന്റ് ഒരു സ്ത്രീയെ ശരിക്കും ഉപദ്രവിച്ചാൽ ആ സ്ത്രീക്ക് അത് പുറത്തു പറയാൻ പേടിയായിരിക്കും. ഈ കേസിലേതുപോലെ താൻ ചുമ്മാ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുകയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമെന്ന് കരുതി മിണ്ടാതിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നിയമത്തെ, പ്രത്യേകിച്ച് ഒപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവരെ ശിക്ഷിക്കുക തന്നെ വേണം. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ എടുത്തു കളയണമെന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അതല്ല ഇതിനുള്ള സൊല്യൂഷൻ. അതെന്തുകൊണ്ടാണെന്ന് വിശദമാക്കാം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ പബ്ലിക്കിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഹരാസ്മെന്റിനെ കുറിച്ചായിരുന്നു.
അതിന് താഴെ വന്ന ഒരു കമന്റ് കാണിക്കാം. കുമാരി വാരികയിലെ പ്രതിവാര ചിന്തകൾ എന്ന പങ്ക്തിയിൽ NV കൃഷ്ണവാര്യർ എഴുതി: സ്ത്രീകളുടെ മാദകമായ വസ്ത്രധാരണവും ചേഷ്ടകളും നിമിത്തം മതിമറന്ന് താൽക്കാലികമായ ഒരു ഉന്മാദാവസ്ഥയിലാണ് പുരുഷൻ ബലാത്സംഗം നടത്തുന്നതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. പുരുഷനെ ഉത്തേജിപ്പിക്കുമാറ് വസ്ത്രം ധരിച്ച ഓരോ സ്ത്രീയും ബലാത്സംഗം അർഹിക്കുന്നുവെന്ന് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി കുറെ മുമ്പ് പരസ്യമായി പ്രസ്താവിക്കുകയുണ്ടായി. സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ അത് കാരണം അവരെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പേരും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: ഹോസ്റ്റലിലെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലെ വിടവിലൂടെ ആരോ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കൊണ്ട് കണ്ട ആ പെൺകുട്ടി അത് കംപ്ലയിന്റ് ചെയ്തു. അത് അന്വേഷിക്കാനെത്തിയ പോലീസുകാർ ആ കുട്ടിയോട് ചോദിച്ചത് പെൺകുട്ടികൾ തോർത്തെടുത്തിട്ട് വേണ്ടേ കുളിക്കാൻ എന്നാണ്. അതായത് ബാത്റൂമിൽ കുളിക്കുമ്പോൾ വരെ സ്ത്രീകൾ മറ്റുള്ളവരെ പേടിച്ച് തുണി ചുറ്റണമെന്ന്. സിസ്റ്റം എത്രത്തോളം സ്ത്രീകളുടെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ആ വീഡിയോയുടെ തന്നെ കമന്റ് ബോക്സ് നോക്കിയാൽ പോലീസിൽ കംപ്ലയിന്റ് ചെയ്യുക എന്നത് പല അനുഭവങ്ങളും കാരണം എത്ര പേടിയോടുകൂടിയാണ് സ്ത്രീകൾ നോക്കിക്കാണുന്നത് എന്നും മനസ്സിലാകും. ഇതൊക്കെ ഇത്രയും നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണെന്ന് കൂടി മനസ്സിലാക്കണം. ഇതുകൂടാതെ ആംബുലൻസിൽ എമർജൻസിയായി പോകുമ്പോൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ, ബലാത്സംഗം ചെയ്ത പ്രതിയോട് കല്യാണം കഴിച്ച് പ്രശ്നം സോൾവ് ആക്കാൻ ഉപദേശിക്കുന്ന നീതിമാന്മാർ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ചില പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകൾ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ ആ നിയമങ്ങൾ എടുത്തു കളയണമെന്നല്ല പറയേണ്ടത്. മറിച്ച് ആ നിയമങ്ങൾ ഉണ്ടാകാനിടയായ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ സാഹചര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം. അതായത് സമൂഹം ഒന്നാകെ ഇത്തരം സാഹചര്യങ്ങൾക്കെതിരെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, സ്ത്രീകൾ പ്രശ്നം നേരിടുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കാതെ നേരിടുന്ന സിസ്റ്റവും സമൂഹവും ഉണ്ടാകുകയാണെങ്കിൽ, സ്ത്രീ പ്രാതിനിധ്യം എല്ലായിടത്തും ഉറപ്പിക്കുകയാണെങ്കിൽ ഇത്തരം നിയമങ്ങൾ അപ്രസക്തമാകും. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പേടിക്കുന്ന ആണുങ്ങൾ ചെയ്യേണ്ടത് ഒന്നു ചേർന്ന് ഈക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. ഒപ്പം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവരെ വ്യക്തികളായി കണ്ട് തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയുമാണ് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ പബ്ലിക്കിന് വ്യക്തമായ തെളിവുകളില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പബ്ലിക് ആവശ്യപ്പെടേണ്ടത് ബയാസ്ഡ് അല്ലാത്തൊരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിന് വേണ്ട സപ്പോർട്ടാണ് പബ്ലിക്കും സിസ്റ്റവും നൽകേണ്ടത്. അല്ലാതെ ഉടനെ ഇമോഷണലായി ബയാസ്ഡായി കൂട്ടാക്രമണമല്ല നടത്തേണ്ടത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.